ഇന്നത്തെ കാലത്ത് എ സി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ വൈദ്യുതി ചെലവ് കാരണം നമ്മൾ അതിൽ നിന്നും പിന്മാറാറുണ്ട്. കൂടാതെ എ സി പൊട്ടിത്തെറിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നുവെന്ന വാർത്തകളും വരുന്നതോടെ ഒട്ടുമിക്കവരും തന്നെ എ സി ഓൺ ആക്കാൻ മടിക്കും. എന്നാൽ ഒരാശങ്കകളുമില്ലാതെ എങ്ങനെ സുരക്ഷിതമായി കുറഞ്ഞ ചെലവിൽ എ സി ഉപയോഗിക്കാമെന്ന് നോക്കിയാലോ? അമിതമായ ഉപയോഗം എ സിയുടെ പ്രവർത്തനക്ഷമത കുറയ്ക്കും. അതുകൊണ്ട് വേനൽക്കാലം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ എ സി സർവീസ് ചെയ്യുക. കാരണം അഴുക്കുകേറി അടഞ്ഞ ഫിൽറ്ററോ അടഞ്ഞ കോയിലുകളോ എ സിയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇത് ഷോർട്ട് സർക്യൂട്ടിനും കാരണമാകും. അതിനാൽ എ സി എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. അതേസമയം ഫ്രിഡ്ജ് അല്ലെങ്കിൽ മൈക്രോവേവ് കണക്ഷൻ കൊടുത്തിരിക്കുന്ന എക്സ്റ്റൻഷൻ കോഡിൽ എ സിയുടെ പ്ലഗ് കൊടുക്കരുത്. പ്രത്യേക പവർ പോയിന്റിൽ വേണം എ സിയുടെ പ്ലഗ് കൊടുക്കാൻ. പലരും എ സിയുടെ 18 ഡിഗ്രി സെൽഷ്യസിലാണ് ഇടുന്നത്. എന്നാൽ 24 ഡിഗ്രി സെൽഷ്യസ് ഇട്ടാൽ വൈദ്യുതി ബില്ല് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കൂടാതെ എ സി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ ഓൺ ആക്കുന്നത് ശരിയല്ലെന്നാണ് പലരുടെയും ധാരണ. എന്നാൽ 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എ സി ഇട്ട ശേഷം ഫാൻ ഓൺ ആക്കിയാൽ റൂമിലെ എല്ലാ സ്ഥലത്തും തണുപ്പ് ലഭിക്കുകയും വൈദ്യുതി ലാഭിക്കുകയും ചെയ്യാൻ സാധിക്കും. അടുത്തതായി വരുന്നത് കർട്ടനുകളാണ്. പകൽ സമയത്ത് എ സി ഓൺ ചെയ്യുമ്പോൾ മുറിയിലെ കർട്ടനുകൾ അടച്ചു വയ്ക്കുക. ഇല്ലെങ്കിൽ സൂര്യപ്രകാശം അകത്തേക്ക് കടക്കുകയും ചൂട് അനുഭവപ്പെടുകയും ചെയ്യുന്നു. വാതിലും ജനലും അടച്ച ശേഷം വേണം എ സി ഓൺ ചെയ്യാൻ. ഇല്ലെങ്കിൽ തണുത്ത വായു പുറത്തേക്ക് പോവുകയും റൂമിൽ തണുപ്പ് കുറയുകയും ചെയ്യും. ഇവയൊക്കെ ശ്രദ്ധിച്ചാൽ എ സിയുടെ ഉപയോഗം മൂലമുള്ള വൈദ്യുതി ബില്ല് വർധന കുറയ്ക്കാൻ സാധിക്കും.